സ്റ്റോറി നമ്പർ 1. ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കോളേജ് ഡോർമെൻ്ററിയിലെ മുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ സമയം അവൻ്റെ പുറത്ത് എന്തോ ഒന്ന് അടിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. അവൻ പഠിത്തം തുടർന്നു. പക്ഷെ എന്തോ ഒന്ന് അവൻ്റെ പുറകിൽ അടിക്കുന്നുണ്ട്. അങ്ങനെ അതൊരു പതിവ് സംഭവമായി. എല്ലാ ദിവസവും ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ് അവൻ പഠിക്കാനിരിക്കുമ്പോൾ എന്തോ ഒന്ന് അവൻ്റെ പുറകിൽ ഇങ്ങനെ അടിക്കുന്നത് പോലെ തോന്നി. അങ്ങനെ ഇരിക്കെ ഇത് അവൻ്റെ ഉറക്കത്തെ വല്ലാതെ ബാധിച്ചു. അങ്ങനെ ഇരിക്കെ അവൻ ആ കോളേജിൽ ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്തിരുന്ന ഒരു വാർഡൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹം കണ്ടപ്പോഴേ അവനോട് ചോദിച്ചു, എന്തു പറ്റി, നീ വല്ലാതെ ക്ഷീണിതനായിരിക്കുന്നല്ലോ, ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലേ? അപ്പോൾ അവൻ കാര്യങ്ങളെല്ലാം വാർഡനോട് പറഞ്ഞു. രാത്രി സമയം എന്തോ ഒന്ന് എൻ്റെ ബാക്ക് ഷോൾഡറിൽ അടിക്കുന്നുണ്ട് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ വാർഡൻ ആദ്യമൊന്നും മിണ്ടിയില്ല. അവനോട് ഉടനെ തന്നെ ആ മുറിയിൽ നിന്ന് മാറി താമസിക്കാനായി ആവശ്യപ്പെട്ടു. കാരണം എന്താണെന്ന് പറയാൻ വാർഡൻ മടിച്ചു. പക്ഷെ അവൻ പിന്നെയും തിരക്കിയപ്പോൾ വാർഡൻ പറഞ്ഞു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആ മുറിയിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചിരുന്നു. മരണത്തിൻ്റെ ഇതിൽ അവൾ കൈ വല്ലാതെ ശക്തമായി അടിക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അതാണ് അവിടെ പിന്നെ താമസിച്ച കുട്ടികൾക്കെല്ലാം അനുഭവപ്പെട്ടിരുന്നത്. അവിടെ നേരത്തെ താമസിച്ച കുട്ടികളെല്ലാം ഇതേ അനുഭവം പറഞ്ഞിട്ട് ആ റൂം മാറിപ്പോയിരുന്നു. ഞാൻ പറയുകയാണ്, നീയും ആ റൂം മാറിപ്പോകണം. ഞങ്ങളുടെ കോളേജ് വാർഡൻ്റെ കുടുംബം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറി. ഇതിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് വാർഡൻ്റെ 6 വയസ്സുള്ള കുഞ്ഞ് വല്ലാതെ പനി ബാധിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ കുഞ്ഞ് മരിച്ചു. അതിൻ്റെ വിഷമത്തിലായിരുന്നു വാർഡനും ഭാര്യയും. പക്ഷെ അവരുടെ വളർത്തു പൂച്ചയെ കാണാനില്ല. അത് വീട്ടിലെവിടെയുണ്ടെന്ന് വാർഡൻ പറഞ്ഞു. ഞങ്ങൾ പൂച്ചയെ നോക്കാനായി വാർഡൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ മുറിയിലാകെ തിരഞ്ഞു. പൂച്ചയുടെ കരച്ചിൽ കേട്ടു. പെട്ടെന്ന് അപ്പോൾ കർട്ടൻ്റെ അടുത്തേക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ പോയി. അപ്പോൾ അവൻ്റെ കാലിൽ എന്തോ അടിക്കുന്നതായി അവന് അനുഭവപ്പെട്ടു. അവൻ വിചാരിച്ചു, ഒരു പക്ഷേ അത് പൂച്ചയായിരിക്കാം. അത് പെതുക്കെ എന്തോ ഒന്ന് അവൻ്റെ കാലിൽ അടിക്കുന്നു. അവൻ വിചാരിച്ചു പൂച്ച അവൻ്റെ കാലിൻ്റെ ഇടയിലൂടെ പോകുന്നതായിരിക്കാം. അങ്ങനെ പൂച്ചക്കുട്ടിയുമായി ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. അപ്പോഴാണ് വാർഡനെ കണ്ട് കാര്യം പറഞ്ഞത്. വാർഡൻ ഇത് കേട്ട് കുറച്ചു നേരം വളരെ വിഷമത്തോടെ നിന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞ് എപ്പോഴും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമായിരുന്നു ഞാനുമായി. അവൻ എപ്പോഴും കർട്ടൻ്റെ പിന്നിലായിരുന്നു ഒളിച്ചു നിന്നിരുന്നത്. ഞാൻ അവനെ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ പെതുക്കെ എൻ്റെ കാലിൽ അടിക്കുമായിരുന്നു.